കൂട്ടുകാരെ, എല്ലാവർക്കും ഈ ആഴ്ചയിലെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇനി ഈ വീക്കിൽ വരാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിനോദ് മയൂരിയെ വിളിച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട്. ഈ കേസിലെ ഒരു ഇതെന്ന് പറയുന്ന കോടതിയിൽ എന്തായാലും ഈ കേസ് പോകും. അപ്പോൾ ഇതിന് സാക്ഷിയായിട്ട് ആരെയും കിട്ടില്ല. അങ്ങനെ മയൂരിയോട് പറയുകയാണ്, നീ എന്തിനാണ് ഒരു ഡോക്ടറെ ഇത്തരത്തിൽ കുടുക്കിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ മയൂരി എല്ലാ കാര്യങ്ങളും വിനോദിൻ്റെ അടുത്ത് പറയുകയാണ്, കൈലാസിനെ പേടിച്ചിട്ടാണ് എന്ന് പറയുന്നു. അപ്പം വിനോദ് പറയുന്നു, നീ എന്തായാലും ഞാൻ പറയുന്ന പോലെ അനുസരിക്ക്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവം? അപ്പം പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പ് തരാമെന്ന് പറയുന്നു. അപ്പം മയൂരി സമ്മതിക്കുന്നു. അപ്പം മയൂരോട് പറയുന്നു, നിന്നെ ഒരു മാപ്പുസാക്ഷിയാക്കി ഈ കേസിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. നീ അതുപോലെ ഇഷിതയുടെ വീട്ടിലും എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും പറയണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മയൂര് ഇത് ചെയ്യുന്നു. അപ്പോൾ മയൂരി വിനോദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല സാർ പ്രശ്നം. എന്നെ കാണാൻ ഒരു ദിവസം കൈലാസ് വന്നിരുന്നു. ആ സമയത്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് വിനോദ് ഒരു റെക്കോർഡർ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സംസാരിക്കുന്നതൊക്കെ വിനോദിന് കേൾക്കാമായിരുന്നു. അങ്ങനെയാണ് ഇഷിത വന്ന കാര്യവും ഇഷിത വന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം പിന്നെ കൈലാസ് അറിയുന്നത്. അത് കേട്ടിട്ടാണ് കൈലാസ് എന്നെ വിളിക്കുന്നതും ഞാൻ പറയുന്ന പോലെ അനുസരിക്കണമെന്നും പറഞ്ഞതും അതുപോലെ ഡ്രഗ്സ് ഇങ്ങനെ വെക്കണം എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞത് അങ്ങനെയാണ് സാറിനെന്ന് പറയുകയാണ്. അപ്പോൾ വിനോദ് പറയുന്ന, സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും പറ്റിപ്പോയില്ലേ, നിൻ്റെ അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഇത് എന്തായിരുന്നു എന്ത് വെച്ചാലും ഇപ്പോഴും റെക്കോർഡർ അവിടെ ഉണ്ട്. ഈ മയൂരി പറയുന്നതെല്ലാം കൈലാസ് കേൾക്കുന്നുണ്ടാവും. കാരണം വീടിന് പുറത്താണെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് എന്നിട്ടാണ് നമ്മുടെ മയൂരി വിനോദിനോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ റെക്കോർഡറിൽ അത് ഇതായിട്ടുണ്ടാവും. അപ്പം മറ്റേ നമ്മുടെ കൈലാസ് ഇത് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജഡ്ജിയുടെ അടുത്ത് രചന എത്തുന്നതും രചന ഇങ്ങനെ പറയുകയാണ്, മാഡം എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഓർമ്മയില്ലേ, ചിപ്പിമോളെ വിട്ട കാര്യങ്ങളും അതുപോലെ ചിപ്പിമോൾ ഇപ്പോൾ വളരെ വിഷമത്തിലാണെന്നും ഇഷിതയും മഹേഷും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും അവൾക്ക് അവിടെ ഒരു സമാധാനവും ഇല്ലയെന്നും ഒരു പെൺകുഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അവളെ എനിക്ക് തിരിച്ചു വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നു, ഇപ്പം അങ്ങനെയാണോ, എങ്കിൽ ഞാൻ എന്ത് പോയി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രചന പറയുന്നുണ്ട്, മാഡം വിളിച്ചിട്ടൊന്നും പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ജഡ്ജി സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവിടെ വേറെ ആരുമില്ല, സ്വപ്നവല്ലിയും പിന്നെ കൈലാസും മഞ്ജിമയും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നെ ജഡ്ജി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ മകളും മകനും വേർപിരിഞ്ഞാണോ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവർ തമ്മിൽ പ്രശ്നത്തിനാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സ്വപ്നം പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, നിങ്ങളുടെ അയൽപക്കത്തുള്ളവർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, അങ്ങനെയൊന്നുമില്ല മാഡം. അപ്പം ഇഷിത എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ജോലിക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ മോൾ എവിടെയെന്ന് ചോദിക്കും. മോൾ സ്കൂളിൽ പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞതൊന്നും അവർക്ക് അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ അവിടുന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി മഹേഷിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. ഇങ്ങനെ ജഡ്ജി വന്നിരുന്നതും ചിപ്പിയെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ മഹേഷിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നു, അമ്മ തന്നെയല്ലേ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്നിട്ട് അപ്പോൾ സ്വപ്നവല്ലി ഫോൺ വെച്ച ഉടനെ തന്നെ മഹേഷ് ജഡ്ജിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പം ജഡ്ജി ഇന്നിങ്ങനെ പുറത്ത് പോകുന്നുണ്ടെന്നും ഏത് സ്ഥലത്താണ് പോകുന്നതെന്നൊക്കെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഇഷിതയെ വിളിക്കുന്നു. ഇഷിതയോട് പറയുന്നു, ചിപ്പി എങ്ങനെ നഷ്ടപ്പെടും, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നത്, ശരി, ചിപ്പിക്ക് വേണ്ടിയല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ജഡ്ജി പോയ ആ പാർക്കിൽ തന്നെ ഇഷിതയും പിന്നെ മഹേഷും കുട്ടിയുമായിട്ട് അവിടെ വളരെ സന്തോഷത്തിൽ കളിച്ച് ഉല്ലസിക്കുകയാണ്. ആ സമയത്താണ് ജഡ്ജി ഇത് കാണുന്നത്. അപ്പോൾ ജഡ്ജിയുടെ ഭർത്താവ് ചോദിക്കുന്നു, നീ ഇവരെ പറ്റിയല്ലേ പറഞ്ഞത്, അവരെന്ത് സന്തോഷത്തോടെ കഴിയുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു എന്താ ഇങ്ങനെ, അപ്പം മറ്റേ രചന വെറുതെ പറഞ്ഞാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് നമ്മൾ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കൈലാസ് മയൂരിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മയൂരിനെ എന്തായാലും അവൻ കൊല്ലുന്ന ഉറപ്പാണ്. കാരണം മയൂരിയാണ് ഈ കേസിലെ ഏക ദൃക്സാക്ഷിയായിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ ഒന്നും ഇല്ലാതായി തീരണമെങ്കിൽ അവളെ ഇല്ലാതാക്കണം. അപ്പം വിനോദിനിട്ട് നല്ലൊരു പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൈലാസ് അത് ചെയ്യുന്നത്. മയൂരിയെ കൊല്ലും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കൈലാസ് നിൽക്കുന്നത്. അപ്പോൾ വിനോദ് വരുമ്പോഴത്തേനും വിനോദിൻ്റെ തലയിലാകും മിക്കവാറും അത്. അങ്ങനെയാണ് എപ്പിസോഡുകൾ കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ ആദിക്കാണെങ്കിൽ ഇഷിതയോടുള്ള ഒരു കണക്ഷനൊക്കെ വരുന്നുണ്ട് ഈ വീക്കിലെ എപ്പിസോഡ്. പിന്നെ ഇഷിത തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് ഒറ്റയ്ക്കുന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ ഇഷിത കടക്കുകയാണ്. അങ്ങനെയുള്ള വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മുടെ ഇഷ്ടം എന്ന സീരിയൽ എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.